السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، أيها الناس اتقوا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. ബഹുമാന്യരായ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ പരലോകത്ത് ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥനയുള്ള ബർക്കത്തുള്ള ഒരു മജ്ലിസായി ഈ സദസ്സിനെ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. കേരള നദ്വത്തുൽ മുജാഹിദീൻ അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നിർവഹിക്കുന്ന ഒരു പ്രബോധന രൂപമാണ് ഒരു പ്രത്യേകമായ വിഷയത്തിൽ നിശ്ചിതമായ കാലത്തേക്ക് ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിക്കുക, ആ ക്യാമ്പയിനിന് ഒരു തലക്കെട്ടുണ്ടാവുക, ആ ക്യാമ്പയിനിന്റെ തലക്കെട്ടിനെ കുറിച്ച് സമൂഹത്തെ കൃത്യമായി ബോധവൽക്കരിക്കുക, ആ വിഷയത്തിലേക്ക് ബഹുജനങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. ഇതൊക്കെയാണ് ക്യാമ്പയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കഴിഞ്ഞ ഓഗസ്റ്റ്, ഈ സെപ്റ്റംബർ, ഒക്ടോബർ, ഈ 3 തലക്കെട്ടിലുള്ള ഈ കുടുംബ ക്യാമ്പയിൻ, ഇതിന്റെ പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നാനാരൂപത്തിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതിലേറ്റവും ശ്രദ്ധേയമായത് മഹല്ലുകൾ കേന്ദ്രീകരിച്ചുള്ള മുജാഹിദ് കുടുംബ സംഗമങ്ങളാണ്. സാധാരണയായി നമ്മളൊരു ക്യാമ്പയിൻ നടത്തുമ്പോൾ അത് പരസ്യമായിട്ട് തന്നെയാണ് സംസാരിക്കാറ്. നമ്മൾ സാധാരണ പാതിരാത്രിയിലോ രഹസ്യമായിട്ടോ വാതിലടച്ചോ ഒന്നും സംസാരിക്കാറില്ല. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ എല്ലാ കാര്യങ്ങളും അത് പരസ്യമായിട്ടാണ് കൈകാര്യം ചെയ്യാറ്. ഇവിടെ മുജാഹിദ് കുടുംബ സംഗമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മുജാഹിദ് മഹല്ലിലെ കുടുംബങ്ങളെ ഒരുമിച്ച് ചേർത്ത് 3 വിഷയങ്ങളാണ് ഈ സംഗമത്തിൽ, കുടുംബ സംഗമത്തിൽ കുടുംബത്തോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടത്. 3 വിഷയങ്ങൾ. ആ 3 വിഷയങ്ങളിൽ ഏതെങ്കിലും 2 വിഷയത്തെക്കുറിച്ച് എല്ലാ കുടുംബ സംഗമങ്ങളിലും പ്രഭാഷണങ്ങൾ ഉണ്ടാവണം. അതിൽ ഒന്ന് ഒരു വനിതയാവണം കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന സമിതി അതിൻ്റെ പ്രവർത്തകർക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ എല്ലായിടത്തും ഇത്ര ആസൂത്രിതമായി അത് നടത്താൻ പറ്റിയിട്ടില്ല. പലപ്പോഴും വനിതാ പ്രഭാഷകരുടെ കുറവ് നമ്മുടെ ഈ രൂപത്തിന് തടസ്സമായിട്ടുണ്ട്. അതുകൊണ്ട് ആളെ കിട്ടുന്ന മുറക്ക് കിട്ടുന്ന രൂപത്തിൽ സംഗമം നടത്തുക എന്നതാണ് പല ശാഖകളും തീരുമാനിച്ചത്. അങ്ങനെയാണ് ഇന്ന് വളരെ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ഒരു സംഗമം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇന്ന് ഉച്ചക്ക് കണ്ണൂർ മാട്ടൂൽ എന്ന പ്രദേശത്തായിരുന്നു നമ്മുടെ കുടുംബ സംഗമം. ഇൻഷാ അല്ലാഹ് മഗ്രിബിന് ശേഷം തൊട്ടടുത്ത ഒരു പ്രദേശത്ത് ഒരു കുടുംബ സംഗമമുണ്ട്. അലൈഹിസ്സലാം. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നമുക്ക് വീണ് കിട്ടുന്ന ഒരിത്തിരി സമയമാണ് ഇവിടുത്തെ
ഈ കുടുംബ സംഗമത്തിനു വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കേരള നദ്വത്തുൽ മുജാഹിദീൻ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധേയമാവാറുള്ളത് ആ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായ ഒരു വിഷയമായിരിക്കും ആ ക്യാമ്പയിനിൻ്റെ അന്തസത്ത. മാത്രമല്ല ആ ക്യാമ്പയിനിൻ്റെ ചർച്ചയുടെ അവസാനം അതെത്തിച്ചേരുന്ന കാതല് തൗഹീദായിരിക്കും. ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാലും അത് ഉരുത്തിരിഞ്ഞു വരുന്നത് തൗഹീദിലേക്കായിരിക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കായിരിക്കും. ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വിഷയം നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. കുടുംബത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചാണ്, കുടുംബ ബന്ധങ്ങളുടെ പവിത്രതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ട് ഇപ്പോഴത്തെ ഈ സമയത്ത് ഇങ്ങനെ ഒരു വിഷയം തെരഞ്ഞെടുത്തു എന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുടുംബങ്ങളും കുടുംബ സംവിധാനങ്ങളും വളരെ വലിയ വെല്ലുവിളിയെ നേരിടുന്ന ഒരു കാലത്താണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് കുടുംബമായിട്ടുണ്ട്. അടുത്ത തലമുറക്കുള്ള കുടുംബത്തെ നിർമ്മിക്കേണ്ട നമ്മുടെ മക്കളടക്കമുള്ള ആ പുതിയ കുടുംബത്തിന്റെ നാഥന്മാരും നായികന്മാരുമാവേണ്ട നമ്മുടെ മുമ്പിലുള്ള യുവസമൂഹം, ആ യുവസമൂഹത്തെ വലിയ രൂപത്തിൽ ഒരു അപകടം ബാധിച്ചിട്ടുണ്ട്. ഒരാശയപരമായ അപകടമാണ്. മറ്റൊന്നുമല്ല, കുടുംബജീവിതം എന്ന് പറയുന്നത് അത്ര മധുരമുള്ള ഒരു സംവിധാനമല്ല. അത് വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെയും വ്യക്തിപരമായ അനുഭൂതികളെയും ഇല്ലാതാക്കും. കുടുംബത്തിന്റെ പേരിൽ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതത്തെ ഹോമിക്കുകയോ ത്യജിക്കുകയോ ചെയ്യേണ്ടി വരുമ്പോൾ സ്വയം വിഡ്ഢികളാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുടുംബം എന്ന ഏർപ്പാടിന് മുതിരണ്ട. ഓരോരുത്തരും സ്വന്തം ജീവിതത്തെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. മറ്റൊരാളോടുള്ള കടമകളും കടപ്പാടുകളും മറന്നേക്കുക. ഇത് അപകടകരമായ പുതിയ ഒരു ആശയമാണ്. ഈ ആശയം വളരെ വേഗത്തിലും വളരെ ശക്തമായിട്ടും നമ്മുടെ പുതിയ തലമുറകളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാണ് ഇതിന്റെ പ്രചാരകർ എന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിൽ ഒരുപാട് ആളുകളുണ്ട്. കലയുണ്ട്, സാഹിത്യമുണ്ട്, രാഷ്ട്രീയമുണ്ട്, സിനിമയുണ്ട്, സ്പോർട്സ് ഉണ്ട്, വാർത്താമാധ്യമങ്ങളുണ്ട്, ആധുനിക സാമൂഹ്യ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതിന്റെ പിന്നിൽ. പഠിക്കുന്ന പാഠശാലകളും പഠിക്കുന്ന പാഠപുസ്തകങ്ങളും ഈ ആശയത്തിന് പ്രചോദനമാവുകയാണ്. ആ കലാശാലകളിലെ അന്തരീക്ഷങ്ങളും വഴിവിട്ട ബന്ധങ്ങളും അമിതമായ സ്വാതന്ത്ര്യങ്ങളും കുടുംബമെന്ന മഹത്തായ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ ഉപകരിക്കുകയാണ്. ഇതിനെതിരെ കുടുംബത്തിന് വേണ്ടി സംസാരിക്കാൻ അധികം ആരുമില്ല. പ്രത്യേകിച്ച് അത് സംസാരിക്കേണ്ട മതസംഘടനകളുടെ സംസാരങ്ങൾ കേൾക്കാൻ ഈ തലമുറ മെനക്കെടുകയോ സമയം കണ്ടെത്തുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് വൺ സൈഡാണ്. കുടുംബത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് പറയുന്ന ആശയങ്ങൾ നിരന്തരമായി അവർക്ക് കിട്ടുകയും കുടുംബത്തിന്റെ നന്മയെക്കുറിച്ച് പറയുന്ന ആശയങ്ങൾ തീരെ കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു തലമുറയുടെ വഴി മാറിപ്പോകാനും വഴി തെറ്റാനും ഒരുപാട് സാധ്യതയുണ്ട്. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ ക്യാമ്പയിനിന്റെ ആദ്യ രൂപം എന്ന നിലക്ക് നാടിനെയും നാട്ടുകാരെയും മുഴുവൻ നന്നാക്കുക എന്നത് ഇത്തിരി പ്രയാസകരമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുജാഹിദ് കുടുംബങ്ങളെ മാത്രം വിളിച്ച് നമ്മളോട് ചില കാര്യങ്ങൾ പറയാനും ചില മാറ്റത്തിന് പ്രേരിപ്പിക്കാനും ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഒരു കാലത്ത് സ്ത്രീധനമടക്കമുള്ള ഒരുപാട് വൈകല്യങ്ങൾ നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നിരുന്ന ഒരു കാലത്ത് മാമൂലുകളും അതിൻ്റെ മാറാലക്കെട്ടുകളും മാറാപ്പുകളും നമ്മുടെ സമൂഹത്തിന്റെ നടുവൊടിച്ചിരുന്ന ഒരു കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മുജാഹിദ് പ്രസ്ഥാനം ഒറ്റക്കാണ് പൊരുതിയത്. ഇത്രമേൽ സംവിധാനങ്ങൾ ഇല്ലായിരുന്നു, പിന്തുണയില്ലായിരുന്നു. പക്ഷേ ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കളും പണ്ഡിതന്മാരും സ്ത്രീധനമടക്കമുള്ള ദുരാചാരങ്ങൾക്കെതിരെ, വൈവാഹിക രംഗത്ത് നടക്കുന്ന ദുരന്തങ്ങൾക്കെതിരെ വളരെ ശക്തമായി പോരാടി. ഒരു കാലത്ത് അറിയാലോ, സ്ത്രീധനം വേണ്ട എന്ന് വരനും വരന്റെ കുടുംബവും പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു 970കളിലോ 80കളിലോ ഒക്കെ ആരെങ്കിലും പറഞ്ഞാൽ അവിടെ ഒരു കല്യാണമുണ്ട്, അവന്റെ കുട്ടിയുടെ കല്യാണാണ്, വരൻ സ്ത്രീധനം വാങ്ങണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു,
അവർ മുജാഹിദായിരിക്കൂലേ? മുജാഹിദുകളായിരുന്നു അത് വാങ്ങാതിരുന്നത്, പറയാതിരുന്നത്. വളരെ ലളിതമായി നമ്മൾ നടത്തുന്ന കല്യാണങ്ങൾക്ക് മറ്റു മതക്കാർ പോലും പേര് കൊടുത്തത് ബിസ്മി കല്യാണം എന്നാ. അത് നമ്മുടെ ഒരു ഉൽപ്പന്നമായിരുന്നു. ആ രൂപത്തിൽ നമ്മൾ മാറിയപ്പോൾ സമൂഹത്തിൽ അത് മാറ്റമുണ്ടാക്കി. എല്ലാ രംഗത്തും മുജാഹിദ് പ്രസ്ഥാനത്തെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും കുറ്റപ്പെടുത്താനുമൊക്കെ എത്ര ആളുകൾ ഉണ്ടെങ്കിലും നമ്മുടെ സമൂഹത്തിൽ മാറ്റത്തിന്റെ ഗതി നിശ്ചയിക്കുന്നതും മാറ്റത്തിന്റെ വഴി നിശ്ചയിക്കുന്നതും എന്നും ഈ പ്രസ്ഥാനം തന്നെയാണ്. നമ്മൾ പറയുന്നിടത്തേക്ക് പതുക്കെ പതുക്കെ അവർ വരും. പക്ഷേ ഇപ്പോ ഒരു ചെറിയ അപകടമുണ്ടായത് ഈ ഒരു രൂപത്തിലുള്ള ഈ വേണ്ടാത്ത ആശയങ്ങളും വേണ്ടാത്ത ഈ വിപ്ലവാത്മകമായ ഇത്തരം കാര്യങ്ങളുമൊക്കെ നമ്മുടെ കുടുംബങ്ങളെയും വലിയ രൂപത്തിൽ ബാധിക്കുന്നുണ്ട്. അതിൽ ആ ക്ഷുദ്രതയിലേക്ക് പോകാതെ ആ ഒഴുക്കിനെതിരെ നീന്തേണ്ട നമ്മുടെ പ്രസ്ഥാനവും അതിൻ്റെ ആശയം ഉൾക്കൊള്ളുന്ന കുടുംബങ്ങളും ഈ ദുരന്തത്തിൽ നിന്ന് മുക്തരല്ല എന്നത് ഒരു സങ്കടം. ഇപ്പൊ സാധാരണ ഈ വിവാഹങ്ങൾക്ക് വിളിക്കുമ്പോൾ ഞാൻ വിവാഹത്തിന് വിളിക്കുന്ന ആളുകൾ ചിലപ്പോൾ പള്ളിയിലെ സെക്രട്ടറിയോ അല്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ പ്രവർത്തകരൊക്കെ വിളിക്കുക, ഉസ്താദെ നമ്മുടെ നാട്ടിലൊരു വിവാഹമുണ്ട്, വിവാഹ കുത്തുബക്ക് നിങ്ങൾ വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ പ്രത്യേകം ചോദിക്കാറുണ്ട്, എങ്ങനെ ഉണ്ടാവും ആ കല്യാണം? കൊട്ടും പാട്ടും ഗാനമേളയും ഡാൻസും ഒക്കെ ആയിട്ട് ആ രൂപത്തിൽ ഒരു മാമാങ്കാണെങ്കിൽ മാനം കെടാൻ വേണ്ടി ഞാനില്ല എന്ന് നമ്മൾ അവരോട് പറയാറുണ്ട്. അപ്പോ നമ്മളെ വിളിക്കുന്ന പ്രവർത്തകർ പറയും, ഉസ്താദ് അങ്ങനെ ഒരു പേടിക്കേണ്ട, 2 കുടുംബം മുജാഹിദ് കുടുംബമാണ്, കെട്ടുന്നതും കെട്ടിക്കുന്നതും. പക്ഷെ ഞാനപ്പോൾ പറയാറുണ്ട്, അതാണ് സുഹൃത്തെ എനിക്ക് ഏറെ പേടി. 2 ഭാഗത്തും ഇതാകുമ്പോൾ അവിടെ പലതും സംഭവിച്ചേക്കാം, എനിക്കൊരു പേടിയുണ്ട്. അതുകൊണ്ട് അതൊന്ന് ഉറപ്പാക്കിയിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാവൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ നടത്തിക്കൊള്ളട്ടെ. നമ്മളൊരു പ്രസ്ഥാനത്തിന്റെ പേരിൽ വന്നിട്ട് ആ പ്രസ്ഥാനത്തിന്റെ മുഖത്ത് ചളി വാരിത്തേക്കാൻ നമ്മൾ കാരണമാകരുതല്ലോ. അതുകൊണ്ട് നിങ്ങൾ അന്വേഷിച്ചിട്ട് വിളിച്ചാൽ മതി എന്നാ പറയാറ്. അതായത് ഈ മൂല്യച്യുതിയിൽ നിന്ന് ആദർശത്തിൽ ഏറ്റവും ഉന്നതരായ നമ്മുടെ കുടുംബങ്ങൾ പോലും മുക്തരല്ലാത്ത ഒരവസ്ഥയിലാണ് ആദ്യത്തെ ഘട്ടം എന്നുള്ള നിലക്ക് നമ്മുടെ മഹലിലെ കുടുംബങ്ങളെ വിളിച്ചുകൂട്ടി അവരോട് ഈ കാര്യത്തിലെ ആശങ്ക പങ്കുവെക്കുകയും അതിൻ്റെ പരിഹാരം എന്താണ് എന്ന് അവരെ അറിയിക്കുകയും ചെയ്യുക. ആ അറിവ് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കി നമ്മുടെ കുടുംബത്തിൽ നിന്ന് അതിൻ്റെ മനോഹാരിത മറ്റുള്ളവരിലേക്ക് പകർന്നു പോകുന്ന അവസ്ഥകളാണ് ഉണ്ടാവേണ്ടത് എന്നതാണ് ഈ ക്യാമ്പയിനിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഞാൻ ഇനി വിഷയത്തിലേക്ക് കടക്കാം. കുടുംബം എന്ന ഒരു സംവിധാനം അത് ലോകത്ത് ആദ്യകാല മനുഷ്യൻ വരെ ഉൾക്കൊള്ളുന്ന ഒരു ജീവിത സംവിധാനം. അത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു ഏർപ്പാടല്ല. ലോകത്തിലെ ഒന്നാമത്തെ മനുഷ്യൻ, നമ്മുടെ വിശ്വാസപ്രകാരം ലോകത്തിലെ ഒന്നാമത്തെ മനുഷ്യൻ ഇബ്നു ആദം, ആദമിന്റെ മക്കൾ എന്താ? ആധുനിക മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ ആദ്യത്തെ മനുഷ്യനായ ആദം ഭൂമിയിലേക്ക് വരുന്നത് ഒറ്റക്കല്ല, തൻ്റെ ഇണയുമൊത്ത് ഒരു കുടുംബമായിട്ടാണ് ആദം ഭൂമിയിലേക്ക് എത്തുന്നത്. അന്നു മുതൽ മനുഷ്യന്റെ ചരിത്രത്തിലൊക്കെ കുടുംബമുണ്ട്. മതവിശ്വാസികളാവട്ടെ, മതനിഷേധികളാവട്ടെ, ദൈവനിഷേധികളാവട്ടെ, എല്ലാവർക്കും കുടുംബങ്ങളുണ്ട്. മതനിഷേധികൾ മാത്രം കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രങ്ങളിൽ പോലും കുടുംബങ്ങളും കുടുംബത്തിന്റെ നിയമങ്ങളുമുണ്ട്. മനുഷ്യൻ ഇന്ന് വരെ കണ്ടെത്തിയ സകലമാന പുരോഗതിക്ക് പിന്നിലും അവന്റെ കുടുംബത്തിന്റെ കടുത്ത പിന്തുണയും ആ കുടുംബത്തിന്റെ സഹായവുമുണ്ട്. ഈ ലോകത്ത് ഒറ്റക്ക് ഒരു മനുഷ്യൻ ഒന്നും നേടിയിട്ടില്ല എന്നർത്ഥം. അത്രയും മനുഷ്യന് ഗുണകരമായ ഈ കുടുംബം എന്ന സംവിധാനത്തെ എന്തിനാണ് തച്ചുടച്ച് കുടുംബത്തിന്റെ ഭദ്രതയിൽ സമാധാനത്തോടെ ജീവിക്കുന്ന മനുഷ്യനെ എന്തിനാണ് അതിൽ നിന്ന് പറിച്ചെടുത്ത് ഒറ്റപ്പെടുത്തുന്നത് എന്നത് ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ട സംഗതിയാണ്. ഒരു പുസ്തകം, ഒരു 100 പേജുള്ള പുസ്തകം, ഭദ്രമായ പുസ്തകം ആ കറങ്ങുന്ന ഫാനിന്റെ ചോട്ടിൽ വെച്ചാൽ ആ പുസ്തകത്തിന് ആ ഫാൻ എങ്ങനെ കറങ്ങിയാലും ഒരു കേടുണ്ടാവില്ല. പക്ഷേ ആ പുസ്തകത്തെ തുന്നിക്കെട്ടിയിരിക്കുന്ന ഒരു ചെറിയ നൂലുണ്ടല്ലോ, ആ നൂല് നിങ്ങളൊന്ന് പൊട്ടിച്ചു നോക്കൂ. ആ നൂല് പൊട്ടിയാൽ പിന്നെ പുസ്തകമില്ല, പേജുകളേ ഉള്ളൂ. അതെവിടെയൊക്കെയാണ് പാറിക്കിടക്കുക എന്ന് പറയാൻ പറ്റൂല. മനുഷ്യൻ അങ്ങനെയാണ്. മനുഷ്യനെ ഒരു കുടുംബത്തിന്റെ ബന്ധത്തിൽ അദൃശ്യമായ ഒരു കയറുകൊണ്ട് അല്ലാഹു തആല ബന്ധിച്ചിരിക്കുക.
ആ ബന്ധത്തിൽ മറ്റുള്ളവർക്ക് കൊടുത്തും അവരിൽ നിന്ന് വാങ്ങിയും പരസ്പരം കൊണ്ടും കൊടുത്തും സഹിച്ചും ത്യജിച്ചും അനുഭവിച്ചും മനുഷ്യൻ ആ കുടുംബത്തിന്റെ വൃത്തത്തിൽ ജീവിക്കുമ്പോഴാണ് മനുഷ്യന് സമാധാനം ഉണ്ടാകുന്നതും ശാന്തി ഉണ്ടാകുന്നതും ധാർമ്മികത ഉണ്ടാകുന്നതും. അതില്ലാതായാൽ ഉണ്ടാകുന്ന അപകടം എന്താണ്? ഈ പറയപ്പെട്ട സമാധാനത്തിൽ നിന്നും ശാന്തിയിൽ നിന്നും മനുഷ്യൻ അകന്നു പോവുകയും ആ സമാധാനവും ശാന്തിയും തേടി ലഹരിയിലേക്കും വ്യഭിചാരത്തിലേക്കും വൃത്തികെട്ട ഒറ്റിപ്പോയ ഒരു ജീവിതത്തിലേക്കും മനുഷ്യൻ എത്തിച്ചേരുകയും ചെയ്യുമെന്നത് നമ്മുടെ ലോകം ഇന്ന് അനുഭവിക്കുന്ന ഒരു അനുഭവങ്ങളാണ്. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം വിദേശങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടി ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഇറ്റലി പോലെയുള്ള രാജ്യങ്ങളിലേക്ക് കുറെ ജോലിക്കാരെ ആവശ്യമുണ്ട്, മലയാളികൾക്ക് നല്ല ചാൻസ് ഉണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇറ്റലിയിൽ എന്താ ഇത്ര ജോലി? നമ്മൾ പിന്നെ ജപ്പാൻ അല്ലെങ്കിൽ ചൈന അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന പോലെ ഒരു വ്യാവസായിക രംഗത്തോ അല്ലെങ്കിൽ ടെക്നോളജിയിലോ ഒരു വലിയ ഒരു ഉയർച്ചയൊന്നും ഉണ്ടായിട്ടില്ലാത്ത ഒരു രാജ്യമാണല്ലോ അതൊക്കെ. പ്രത്യേകിച്ച് ഒരു എന്താ പറയുക, ഓർത്തഡോക്സ് യാഥാസ്ഥിക രാജ്യങ്ങളിൽ പെട്ട രാജ്യം അതൊക്കെ. അവിടെ എന്താ ഇത്രയേറെ തൊഴിൽ സാധ്യത? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, അവിടെ വൃദ്ധരായ ആളുകളെ സംരക്ഷിക്കാൻ ആളില്ല, പണം ഉണ്ടവർക്ക്, പക്ഷേ അവരെ സംരക്ഷിക്കാൻ ആളില്ല. അതുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ നമ്മുടെ നാട്ടിൽ നിന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പ്രായഭേദമന്യേ അത്തരം രാജ്യങ്ങളിലേക്ക് ആവശ്യമുണ്ടെന്നാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചത്, ഇത്രയേറെ ആളുകൾ ആവശ്യമുള്ള വിധം അവിടുത്തെ വൃദ്ധന്മാർ ഒറ്റപ്പെടാനുള്ള കാരണം എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഇന്ന് നമ്മുടെ കേരളത്തിൽ വീശുന്ന ഈ കാറ്റുണ്ടല്ലോ, ഏത്? കുടുംബത്തിനെതിരെയുള്ള കാറ്റ്. ഈ കാറ്റ് ഒരു 50 കൊല്ലം മുമ്പ് അമേരിക്കൻ, പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളിൽ വീശിയിട്ടുണ്ട്. കുടുംബത്തിന്റെ ഭദ്രതയെ തല്ലിത്തകർത്ത് ഒറ്റക്ക് ജീവിക്കുന്നതാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ പൂർണ്ണത എന്ന് മനസ്സിലാക്കി ഒരു ബന്ധവുമില്ലാതെ ഇഷ്ടം പോലെ തോന്നിയവരുടെ കൂടെ തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു സ്വതന്ത്ര ജീവിതത്തിലേക്ക് അവർ പോയി. അതിന്റെ പ്രത്യാഘാതം ഇന്നവർ അനുഭവിക്കുക. പ്രായത്തിന്റെ ചുളിവ് വീണപ്പോൾ, കരുതിയിടത്തേക്ക് സഞ്ചരിക്കാൻ പറ്റാതെ വന്നപ്പോ, കണ്ണിന്റെ കാതിന്റെ തീഷ്ണത കുറഞ്ഞപ്പോ, ആർക്കും വേണ്ടാത്തവരായി മാറിയപ്പോ, സംരക്ഷിക്കാൻ അവർക്ക് മക്കളില്ല, ഇണകളില്ല, മാതാപിതാക്കളില്ല, കുടുംബങ്ങളില്ല, രക്തബന്ധങ്ങളില്ല. അവർ തീർത്തും ഒറ്റപ്പെട്ടു പോയി. ആ ഒറ്റപ്പെടൽ അവർ ഇന്ന് അനുഭവിക്കാം. അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളൊക്കെ ഇന്ന് കുടുംബ ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയും കുടുംബമായി ജീവിക്കുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുകയും കുട്ടികൾക്കും കുടുംബത്തിനും വേണ്ടി മുറവിളി കൂട്ടുകയും ചെയ്യുന്നത് ഇന്ന് അവിടങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് അവിടെ അടിച്ച കാറ്റ് നമ്മുടെ നാട്ടിലേക്ക് പതുക്കെ എത്തുന്നേ ഉള്ളൂ. അങ്ങനെയാണല്ലോ. ഒരു വേസ്റ്റിന്റെ എന്താ പറയാ, ഒരു വേസ്റ്റ് കൊണ്ടുപോകുന്ന ഒരു ലോറി നമ്മുടെ റോഡിലൂടെ പോയാലേ ആ ലോറി പോയി കുറെ കഴിഞ്ഞിട്ട് ബാക്കിൽ പോകുമ്പോൾ അതിന്റെ ദുർഗന്ധം അങ്ങനെ ഉണ്ടാവും. ആ ദുർഗന്ധമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അടിക്കണേ. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഒരുപക്ഷെ നമ്മൾ രക്ഷപ്പെട്ടേക്കും, പക്ഷേ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ പൊന്നുപോലെ വളർത്തുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, ആ മക്കള് ഇതിന്റെ പ്രത്യാഘാതം ശരിക്കും അനുഭവിക്കേണ്ടി വന്നേക്കും. ഇപ്പൊ തന്നെ അതിന്റെ തുടക്കങ്ങളായിട്ടുണ്ട്. 25-30 വയസ്സുള്ള ആൺകുട്ടികൾ വീട്ടിലുള്ള രക്ഷിതാക്കൾക്കറിയാം, ഒരു കല്യാണം തിരഞ്ഞിറങ്ങിയാൽ കല്യാണം നടക്കാത്ത, ഇണകളെ കിട്ടാത്ത, പെൺകുട്ടികളെ കിട്ടാത്ത, കരഞ്ഞുകൊണ്ടൊക്കെ പണ്ട് 2-3 പെൺകുട്ടികളുള്ള രക്ഷിതാക്കള് കരഞ്ഞുകൊണ്ട് വിളിക്കാറുണ്ടായിരുന്നു, ഉസ്താദേ എന്റെ കുട്ടിയെ കെട്ടിക്കാൻ നിർവാഹമല്ല. അതേ കരച്ചില് മിനിഞ്ഞാന്ന് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മകൻ 29 വയസ്സായി, 2 പ്രാവശ്യം ഗൾഫിൽ നിന്ന് വന്നു കല്യാണം കഴിക്കാൻ, ഇപ്പോഴും വന്നു, 2 മാസമായി ആയിട്ടില്ല. ഇനി അവൻ പറഞ്ഞത്, ഈ ആവശ്യവുമായിട്ട് എന്നെ വിളിക്കരുത്, ഞാൻ നീ കല്യാണം കഴിക്കാതെ ജീവിച്ചോളാം എന്ന് സങ്കടപ്പെട്ട് പറയുന്ന ഒരു 10-65 വയസ്സായ ഒരു ബാപ്പയുടെ സംഭാഷണം ഞാൻ കേട്ടു. എന്ത് പരിഹാരം പറഞ്ഞു കൊടുക്കല്ലേ? പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാം. ആൺകുട്ടികൾക്ക് കല്യാണത്തിന് പെണ്ണ് കിട്ടാതെ വരുമ്പോൾ അവരെ എങ്ങനെയാണ് നമുക്ക് ആശ്വസിപ്പിക്കാനാവുക? അതൊരു ദുരന്തത്തിന്റെ തുടക്കമാണ്. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കാലിക പ്രസക്തമായ ഈ ഒരു ആശയവുമായിട്ട് നമ്മൾ കുടുംബത്തിലേക്കും ജനങ്ങളിലേക്കും ഇറങ്ങുന്നത്. ഒന്നാമതായിട്ട്, നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് ഒരുപക്ഷെ ലോകം മുഴുവൻ നന്നാക്കാനോ രാജ്യം മുഴുവൻ നന്നാക്കാനോ ഒരു സംസ്ഥാനമോ പഞ്ചായത്തോ നന്നാക്കാനോ ഒന്നും നമ്മളെ കൊണ്ട് കഴിഞ്ഞുകൊള്ളുന്നില്ല. അവിടെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്ന ഈ അപകടകരമായ ആശയത്തെ തടയാനും നമുക്ക് പറ്റൂല. കാരണം ഈ ആശയത്തിന്റെ പിന്നിൽ കോടികളുടെ പണത്തിന്റെ കിലുക്കമുണ്ട്. കേരളത്തിലെ 100 കോടിയിലേറെ പണം സമ്പാദിച്ച ഒരു ചലച്ചിത്രം
അതിൻ്റെ നിർമ്മാതാവുമായുള്ള ഒരു അഭിമുഖത്തിൽ പത്രക്കാർ ചോദിക്കുന്നുണ്ട്, നിർമ്മാതാവോ സംവിധായകനോ, അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു സിനിമ അത് നിർമ്മിക്കാനുള്ള താങ്കളുടെ പ്രചോദനം എന്താണ്? അദ്ദേഹം പറഞ്ഞ തരങ്ങള്, എൻ്റെ ഈ സിനിമ കണ്ടിട്ട് 10 കുടുംബങ്ങളിലെ ദമ്പതികളെങ്കിലും, സമാധാനത്തോടെ ജീവിക്കുന്ന 10 ഭാര്യ ഭർത്താക്കന്മാരെങ്കിലും അവരുടെ വിവാഹം വേർപ്പെടുത്തി സ്വതന്ത്ര ലൈംഗികതയിലേക്ക് തിരിച്ചു പോയാൽ എൻ്റെ ശ്രമം സാർത്ഥമായി. അതായത് എൻ്റെ പരിശ്രമം വിജയിച്ചു. എന്ത്? 10 കുടുംബങ്ങളെങ്കിലും ഈ സിനിമ കണ്ട്, അത് സ്വവർഗരതിയുടെയും അതേപോലെ അത്തരം ആശയങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പൊ എൻ്റെ ഈ സിനിമ കണ്ടിട്ട് ഒരു 10 കുടുംബങ്ങളിലെ ഭാര്യ ഭർത്താക്കന്മാരെങ്കിലും നമുക്ക് ജീവിതത്തിൽ സുഖിക്കാനും ആസ്വദിക്കാനും ഈ ദാമ്പത്യ ബന്ധമെന്ന കുരുക്ക് കൊണ്ട് കഴിയില്ല. ഇത് വേർപെട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ലൈംഗികതയ്ക്ക് വേണ്ടി ജീവിക്കാൻ നമുക്കങ്ങനെ യാത്രയാവാം എന്ന് പറഞ്ഞ് രണ്ടാളും ബൈ പറഞ്ഞ് പിരിഞ്ഞു പോയാൽ എൻ്റെ ശ്രമം വിജയിച്ചു എന്ന് പറയുന്ന ഒരു കാലത്ത് കോടികളാണ്. സിനിമ മാത്രമല്ല, അത് രാഷ്ട്രീയമുണ്ട്, സ്പോർട്സ് ഉണ്ട്, കലയുണ്ട്, സാഹിത്യമുണ്ട്, കഥയുണ്ട്, നോവലുണ്ട്. ഈ വഴിക്കൊക്കെ ഈ ആശയത്തിനെ ശക്തമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് ഇറങ്ങുന്ന, ഇപ്പൊ പണ്ടത്തെ പോലല്ല, പണ്ടൊക്കെ സാഹിത്യം എന്ന് പറഞ്ഞാൽ എന്തിനാണ് എന്ന ചോദ്യത്തിന് ഒരു മറുപടി ഉണ്ടായിരുന്നു. എന്തായിരുന്നു? സാഹിത്യത്തിന് വേണ്ടി, അത് വായിക്കുന്നവർക്ക് ആശ്വാസമാകാനും ഓൻ ആസ്വദിക്കാനും വേണ്ടിയാണ് സാഹിത്യം എന്നൊരു കാഴ്ചപ്പാട്. ഇന്നങ്ങനെയല്ല. ഇന്ന് ഇപ്പൊ ഞാൻ അടുത്ത ദിവസം ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അതിലെ പ്രധാന വിഷയം അവതരിപ്പിക്കുന്ന അയാൾ വളരെ വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത്, ഒരു പുസ്തകം വായന തുടങ്ങിയ വ്യക്തി ആ പുസ്തകത്തിന്റെ വായന അവസാനിപ്പിക്കൂല. എങ്ങനെ? ഒരു പുസ്തകം വായന തുടങ്ങിയ വ്യക്തിയാകൂല അത് അവസാനിപ്പിക്കണേ. എന്താണ് പറഞ്ഞറിയോ? ആ പുസ്തകം വായിച്ച് തീരുമ്പോഴേക്ക് ഈ പുസ്തകം ആ വ്യക്തിയെ അത്രമേൽ സ്വാധീനിച്ചിട്ടുണ്ടാവുന്ന. ഭയങ്കരമാണ്. ഇറങ്ങുന്ന പുസ്തകങ്ങളൊന്നും ചില്ലറ പുസ്തകങ്ങളല്ല. പുതിയ കാലഘട്ടത്തിലെ പുതിയ എഴുത്തുകാരുടെ, നമ്മളെ പഴയ കാലത്തെ ഖസാക്കിന്റെ ഇതിഹാസം, MTയും തകഴിയൊന്നും ഇപ്പൊ വായിക്കപ്പെടുന്നില്ല. അതൊക്കെ വായിക്കപ്പെടുന്നത് 60കളിലും 70കളിലും 80കളിലും ഒക്കെ ജീവിച്ച ആ പഴയ തലമുറ. ഈ 2010 ശേഷമൊക്കെ ജീവിക്കുന്ന തലമുറ ഉണ്ടല്ലോ, അല്ലെങ്കിൽ 2000 ശേഷം അവർ വായിക്കുന്ന പുസ്തകങ്ങളും അവർക്ക് വേണ്ടി എഴുതപ്പെടുന്ന രചനകളും വളരെ അപകടകരമായ ആശയങ്ങളാണ്. ആ പുസ്തകങ്ങളൊക്കെ വായിച്ച് തീർക്കുമ്പോഴേക്ക് ആ പുസ്തകത്തിലെ ആശയങ്ങൾ അത് വായിക്കുന്നവന്റെ തലയിലേക്ക് എത്ര ഭദ്രമായിട്ട്, പുസ്തകങ്ങൾ മാത്രമല്ല സിനിമകളൊക്കെ, അടുത്ത കാലത്ത് ഇറങ്ങുന്ന ഓരോ സിനിമകളും അത് കാണുന്ന ഒരു തലമുറയെ അത്രമേൽ സ്വാധീനിക്കുക. ഓരോ ചിന്തകളെ, ഓരോ സംസാരങ്ങളെ, ഓരോ ആംഗ്യങ്ങളെ, അവരുടെ വസ്ത്രങ്ങളെ, അവരുടെ പെരുമാറ്റങ്ങളെ ഒക്കെ സ്വാധീനിക്കുക. അതുകൊണ്ട് തന്നെ ഈ മാധ്യമങ്ങളൊക്കെ ഇന്ന് ഈ ഒരു ആശയത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഏതാശയത്തിന്? കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങളുമായി കെട്ടിപ്പടഞ്ഞ് ജീവിക്കണ്ട, പുറത്തേക്ക് പോരി, നമുക്കങ്ങനെ സ്വതന്ത്രമായി ജീവിക്കാം. അതിന് ശക്തി പകരുന്ന ചില രാഷ്ട്രീയങ്ങളുണ്ട് നമ്മുടെ ക്യാമ്പസുകളിൽ. പൊതുവെ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന കുട്ടികളെ ഈ സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തിലേക്ക് എന്ന് പറഞ്ഞ് അവരെ കുടുംബത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ധാർമ്മികതകളിൽ നിന്നും ദർശനങ്ങളിൽ നിന്നും വലിച്ചിറക്കി കൊണ്ടുപോയി ഒന്നുമില്ലാത്ത ശൂന്യതയിലേക്ക് സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ വലിച്ചെറിഞ്ഞു കൊടുത്ത് എവിടെ നിൽക്കണം, എങ്ങനെ ജീവിക്കണം, എന്തിനു ജീവിക്കണം എന്നൊന്നും അറിയാത്ത ഒരു ലോകത്തിലേക്ക് അവരെ വലിച്ചെറിയാം. എന്നിട്ടോ കുടുംബത്തിന്റെ സംരക്ഷണം നഷ്ടപ്പെട്ട ആ തലമുറയെ ലൈംഗികമായി നിരന്തരമായിട്ട് ഉപയോഗിക്കുക, വൈകൃതങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. അവസാനം സംഘർഷത്തിലേക്ക് എത്തിപ്പെടുന്ന തലമുറയെ ലഹരിയിലേക്ക് കൂട്ടത്തോടെ തെളിച്ചു കൊണ്ടുപോയി ലഹരി മാഫിയക്ക് ഊർജം നൽകുക എന്നതൊക്കെ ഇതിന്റെ പിന്നിലുള്ള ഗൂഢമായ അജണ്ടകളാണ്. പക്ഷേ നമ്മുടെ പുതിയ തലമുറക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവാൻ പ്രയാസ. അവരുടെ മനസ്സിൽ ഒന്നേ ഉള്ളൂ, സ്വാതന്ത്ര്യം വേണം. ഇവിടെ അമ്മ, അവിടെ വാപ്പ, ജ്യേഷ്ഠൻ, അരുത്, പാടില്ല, നോക്കരുത്, പോകരുത്. ഈ ജാതി ഒരു ജയിലിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമല്ല, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. കഴിഞ്ഞ വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 1ാം വർഷ ഡിഗ്രി ക്ലാസ്സുകൾ ആരംഭിക്കുന്ന ആദ്യ ദിവസത്തിൽ എൻ്റെ ഒരു യാത്രയിൽ കേരളത്തിലെ തന്നെ പ്രസിദ്ധമായ ഒരു കോളേജിന്റെ മുമ്പിൽ ഞാൻ പെട്ടുപോയി. നല്ല തിരക്ക്. കാരണം അവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചെണ്ടകൊട്ടിയും PP വിളിച്ചുമൊക്കെ പുതിയതായിട്ട് വരുന്ന കുട്ടികളെ സ്വീകരിക്കുക. ആ തിരക്കിലേക്കാണ് ഞാൻ എത്തിപ്പെട്ടത്. അവിടെ വാഹനം ബ്ലോക്കായി.
അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ ഈ സ്വീകരണങ്ങളെ നോക്കുക, എല്ലാ പാർട്ടിക്കാരും കുട്ടികളെ സ്വീകരിച്ച് ക്യാമ്പസിലേക്ക് വിടുക. പല പാർട്ടിയുടെ കൊടികളും അവിടെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ക്യാമ്പസിന്റെ ചുമരുകളിലോ മതിലുകളിലോ ഒന്നും കെട്ടാൻ പാടില്ല, ഒക്കെ പുറത്ത് കെട്ടിയിട്ടുള്ളൂ. മതില് ഫ്രീ ആണ്, അതിമ കൊടികളോ നോട്ടീസുകളോ ഒന്നുമില്ല. പക്ഷേ ആ ക്യാമ്പസിലെ ഗേറ്റിന്റെ മേലെ വലിയ ഒരു ബാനർ ഉണ്ട്. ആ ബാനർ അവിടെ കെട്ടണമെങ്കിൽ ഈ താഴെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവർ ഒത്തൊരുമിച്ച് ഒരേ മനസ്സായാൽ മാത്രമേ ആ ബാനർ അവിടെ കിട്ടൂ. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് ആ ബാനർ അവിടെ കെട്ടാൻ കഴിയില്ല, അത്ര വാശിയുള്ള കോളേജാണ്. അപ്പൊ അവിടെ ആ ബാനർ വരണമെങ്കിൽ ഈ താഴെയുള്ള എല്ലാവരും ആ ബാനറിന്റെ കാര്യത്തിൽ ഐക്യമുണ്ടെങ്കിലേ, ഒരേ മനസ്സാണെങ്കിലേ ആ ബാനർ അവിടെ കിട്ടും. ഞാൻ ആ ബാനർ വായിച്ചു. ആ ബാനർ വലിയ ബാനറാ, ഒരു 10 മീറ്ററോളം വലിപ്പമുള്ള വലിയ ബാനറാ. ആ ബാനറിന്റെ മേലെ നവാഗതരെ എന്ത് എഴുതിയിട്ടുണ്ട്. അതിന്റെ താഴെ വലിയ അക്ഷരത്തിൽ ഈ 10 മീറ്ററിൽ ഒരൊറ്റ വരിയാണ്. എന്താണെന്നറിയോ? അതിരുകളില്ലാത്ത ലോകത്തിലേക്ക് സ്വാഗതം. അതിരുകളില്ലാത്ത ലോകത്തിലേക്ക് സ്വാഗതം. എന്താണ് അതിരുകളില്ലാത്ത ലോകം? ഈ ക്യാമ്പസിന് അതിർത്തില്ല, ചക്രവാളത്തോളം ആയിരക്കണക്കിന് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ക്യാമ്പസാണ് എന്നല്ലല്ലോ അതിന്റെ അർത്ഥം. അവിടെ അതിരുകൾ എന്ന പദത്തിനെ നമ്മളത് തിരുത്തി വായിക്കാം. അരുതുകളില്ലാത്ത ലോകം, അരുതുകളില്ലാത്ത ലോകം. ഇതിനുള്ളിലേക്ക് കയറിയാൽ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് തെറ്റാണ്, അത് വേണ്ടാത്തതാണ്, അത് പാടില്ല എന്ന് ആരും നിങ്ങളോട് പറയില്ല. നിങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ എന്താണോ ആ ആഗ്രഹങ്ങളെ പൂർണ്ണമായി നടപ്പിലാക്കാൻ പറ്റിയ സ്വാതന്ത്ര്യത്തിന്റെ ലോകം. ആ സ്വാതന്ത്ര്യം കുട്ടികൾക്ക് കൊടുത്ത് കേവലം അവരുടെ ഒരു വോട്ടുകൾക്ക് വേണ്ടി അവരുടെ ധാർമ്മികതയെ പോലും തല്ലിക്കൊല്ലാൻ മടിക്കാത്ത രാഷ്ട്രീയങ്ങളും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമ്പോൾ വളരെ കരുതിയിരുന്നിട്ടില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നമുക്ക് നഷ്ടമാവും. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നഷ്ടപ്പെടുന്നവരുടെ സങ്കടങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് പരിഹാരം? സമയത്തിന്റെ വലിയ കുറവുള്ളത് കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് വിശദീകരണമില്ലാതെ പറഞ്ഞു പോകാം. എന്താണ് പരിഹാരം? ഒന്ന്, നമ്മുടെ കുട്ടികൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ കുടുംബമുണ്ടല്ലോ, ആ കുടുംബത്തോട് നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാവണം. ആ കുടുംബത്തോട് നമ്മുടെ മക്കൾ ഉൾക്കൊള്ളുന്ന നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ലോകം മുഴുവൻ നമ്മൾ വിചാരിച്ചാൽ നന്നാവൂല. പക്ഷെ നമ്മൾ അധ്വാനിച്ച് ചോര നീരാക്കി വേർപ്പൊഴുക്കി ഉറക്കമൊഴിച്ച് നമ്മൾ വളർത്തുന്ന ആ ചുമരുകൾക്കുള്ളിലെ നമ്മുടെ കുടുംബമുണ്ടല്ലോ, ആ കുടുംബത്തോട് നമുക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടാവണം. അതാണ് ഒന്നാമത്തേത്. എന്താണ് ആ ഉത്തരവാദിത്വം? അത് അല്ലാഹു തആല നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കള്ളുകുടിക്കുന്നവരെ അല്ലെങ്കിൽ തോന്നിയാസം ചെയ്യുന്നവരെ വിളിച്ചിട്ടല്ല, സത്യനിഷേധികളെ വിളിച്ചിട്ടല്ല. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഈമാനുള്ളവരെ, മരണമുണ്ടെന്നും അതിനപ്പുറം പുനർജന്മമുണ്ടെന്നും അവിടെ വിചാരണയുണ്ടെന്നും സ്വർഗനരകമുണ്ടെന്നും ഒക്കെ വിശ്വസിക്കുന്ന വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസക്കും, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നിങ്ങൾ കാത്തുകൊള്ളണം. വ അഹ്ലീക്കും, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാത്തുകൊള്ളണം. എന്തിൽ നിന്ന്? പട്ടിണിയിൽ നിന്നോ, പ്രാരാബ്ധത്തിൽ നിന്നോ, എന്തിൽ നിന്നാ? രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്നോ, ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്നോ, എന്തിൽ നിന്നാ കാക്കേണ്ടത്? നാറൻ, ആ തീയിൽ നിന്ന്. ഏതാണ് ആ തീ? വഖൂദുഹ, ആ തീയിന്റെ ഇന്ധനം, ആ തീ കത്താൻ ഉപയോഗിക്കുന്ന ഇന്ധനം അന്നാസു വൽ ഹിജാറ, മനുഷ്യനും കല്ലുകളുമാണ്. കല്ലുകൾ കൊണ്ടും മനുഷ്യരെ കൊണ്ടും കത്തിക്കപ്പെടുന്ന ആ തീയുണ്ടല്ലോ, ഏതാണ്? നരകത്തീ. ആ നരകത്തിന്റെ തീയിലേക്ക് നിങ്ങൾ വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ട് ജീവൻ പണയപ്പെടുത്തി സംരക്ഷിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും ചെന്ന് വീഴാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് അല്ലാഹു ഏതൊരു കുടുംബത്തിന്റെയും നാഥനോടും ആ കുടുംബത്തിന്റെ രക്ഷിതാക്കളോടുമുള്ള പടച്ച റബ്ബിന്റെ അനിഷേധ്യമായ കൽപ്പനയാണ്. പലപ്പോഴും ഇവിടെ ഈ കൽപ്പന നമ്മൾ മറക്കുക. മക്കളല്ലേ, വലുതായില്ലേ, നമ്മളെന്താ ചെയ്യാ? നമുക്കൊന്നും ചെയ്യാല്ല, അവരങ്ങനെയാണ്, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. തോന്നുമ്പോ വരുന്ന്, തോന്നുമ്പോ പോണ്, ആരൊക്കെപ്പോ പോണ്, ആരൊക്കെ ഒന്ന് കൊണ്ടോണ്, നമുക്കെന്താ ചെയ്യാനുള്ളത്? അങ്ങനെ ഒഴുക്കിയ ഒരു വർത്താനത്തിലൂടെ വിട്ടുകളയാവുന്ന ഒന്നാണോ അത്? നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾ വൈകുന്നേരം വിഷം കൊണ്ടുവന്ന് അത് കലക്കി കുടിക്കാൻ ശ്രമിക്കുമ്പോ, നമ്മൾ എതിർക്കുമ്പോ, അവർ നമ്മളെ നിഷേധിച്ച് ആ വിഷം കുടിക്കാൻ ശ്രമിച്ചാൽ, എന്നാ ഈ കുടിച്ചോ, ഞാൻ പറഞ്ഞു ഇനി വേണമെങ്കിൽ കുടിച്ചോ, എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുവോ?
എത്ര ദുർബലരാണെങ്കിലും അതിൽ നിന്ന് അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കൂലേ? അതിനേക്കാൾ ഭീകരമല്ലേ ഈ നരകം? ആ നരകത്തിലേക്ക് പോകുന്ന ജീവിതശീലങ്ങൾ നമ്മുടെ മക്കളിൽ വളർന്നു വരികയോ നമ്മുടെ മക്കളെ സ്വാധീനിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് അവരോടുള്ള നമ്മുടെ ഏർപ്പാട്, ബന്ധം എങ്ങനെയാവണം? മറ്റു കാര്യങ്ങളെ പോലെ അതോലെ ഇഷ്ടല്ലേ, അതോല മാരിക്കല്ലേ, ഓലെന്തേലായിക്കോട്ടെ, ഓർക്ക് ബുദ്ധിയും പ്രായമൊക്കെ അയച്ചിട്ടുണ്ടല്ലോ, ഇനി ഓല കാര്യം ഓല് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് നിസ്സഹായതയോടെ നിസ്സംഗതയോടെ മാറി നിൽക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. ഇല്ല. പിന്നെ പൊതുവെ നമ്മൾ പറയുന്ന മറ്റൊരു കാരണം എന്താ അറിയോ? ചെറിയ അടക്കയാണെങ്കിൽ മടിയിലൊക്കെ വെക്കാം, ഇത് കവുങ്ങായില്ലേ, ഇനി എന്താ നമ്മൾ ചെയ്യാ? അതെ, അല്ലാഹു തആല നമുക്ക് മക്കളെ തന്നത് കവുങ്ങുകളായിട്ടല്ല, നല്ല അടക്ക പരുവത്തിലാ, കളിയടക്ക, നെക്കിയ പൊട്ടുന്ന ദുർബലമായ രൂപത്തിലാ ഈ മക്കളെ തന്നത്. എന്തിനാ അങ്ങനെ തന്നറിയോ? അവരെ നമുക്ക് പരുവപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയാണ്. അവരോടുള്ള ചില കടമകളുണ്ട് നമുക്ക്. പലപ്പോഴും നമ്മൾ മാതാപിതാക്കളോടുള്ള കടമകളെ കുറിച്ച് വാതോരാതെ സംസാരിക്കാറുണ്ട്. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമയെക്കുറിച്ച് നമ്മൾ വല്ലാതെ സംസാരിക്കാറില്ല. ഖലീഫ ഉമറിന്റെ മുമ്പിൽ ഒരു ബാപ്പ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൻ എന്നെ തീരെ പരിഗണിക്കുന്നില്ല, എനിക്കൊന്നും ചെയ്തു തരുന്നില്ല, അവന്റെ കടമകളൊന്നും നിർവഹിക്കുന്നില്ല. ഖലീഫ ഉമർ പറഞ്ഞു, നിങ്ങൾ നാളെ മകനെയും കൊണ്ട് വരി, ഞാൻ ചോദിക്കട്ടെ. പിറ്റേന്ന് അദ്ദേഹം മകനെയും കൂട്ടി വന്നപ്പോ ഖലീഫ ഉമർ മകനോട് ചോദിച്ചു, നീ എന്താ ബാപ്പയോട് ഇങ്ങനെ വികൃതമായി പെരുമാറുന്നത്? ആ മകൻ ഖലീഫയോട് ചോദിച്ചത്, അമീറുൽ മുഅ്മിനീൻ, എന്റെ ബാപ്പക്ക് എന്നോട് വല്ല കടമകളുണ്ടോ? ഖലീഫ പറഞ്ഞു, തീർച്ചയായും ബാപ്പക്ക് മക്കളോട് കടമയുണ്ട്. എന്താണ് ആ കടമകൾ? ഖലീഫ 3 കാര്യത്തിൽ ചുരുക്കി. ഒന്ന്, ഈമാനുള്ള പരലോകബോധമുള്ള ഒരു ഉമ്മ. അത്തരമൊരു ഉമ്മയാവുക നിന്റെ ഉമ്മ എന്നത് നിന്റെ ബാപ്പ നിനക്ക് നൽകേണ്ട ഒന്നാമത്തെ കടമയാണ്. അതായത് ഒരു കുട്ടിയെ വളർത്തുമ്പോൾ ആ ഉമ്മ പരലോകബോധമുള്ള ഈമാനുള്ള ഉമ്മയാവുക എന്നത്, അത്തരമൊരു ഉമ്മയെ ആ കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളത് ബാപ്പാന്റെ ഒന്നാമത്തെ കടമ. 2, നല്ല പേര് വിളിച്ച് ഇസ്ലാമിന്റെ നല്ല മര്യാദകളിൽ ചെറുപ്പം മുതലേ നിന്നെ വളർത്തുക എന്നത് നിന്റെ ബാപ്പയുടെ 2ാമത്തെ ബാധ്യതയായിരുന്നു. 3ാമത്തേത്, അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ നിന്നെ പഠിപ്പിച്ചു തരൽ നിന്റെ ബാപ്പയുടെ കടമയാണ്. 3 കാര്യങ്ങളാണ് പറഞ്ഞു. ഈ മകൻ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഈ 3ൽ ഒരു കാര്യവും എൻ്റെ ബാപ്പ നിർവഹിച്ചിട്ടില്ല. എൻ്റെ ഉമ്മ വിശ്വാസിയേ അല്ല, എൻ്റെ ഉമ്മയുടെ സൗന്ദര്യമാണ് എൻ്റെ ഉമ്മയെ കല്യാണം കഴിക്കാൻ എൻ്റെ ബാപ്പയെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് പരലോകബോധമുള്ള ഒരു ഉമ്മയെ ബാപ്പ എനിക്ക് തന്നിട്ടില്ല. 2ാമത്തേത്, എൻ്റെ പേര് ഇസ്ലാമികമായിട്ട് പറയാൻ പറ്റാത്തൊരു പേരാ. ഇസ്ലാമിന്റെ ചിട്ടയിൽ എന്നെ വളർത്താൻ എൻ്റെ ബാപ്പ ശ്രമിച്ചിട്ടില്ല. 3ാമത്തേത്, അള്ളാഹുവിന്റെ കലാമിൽ നിന്ന് ഒരു വരി പോലും എന്നെ പഠിപ്പിക്കാൻ എൻ്റെ ബാപ്പ ശ്രമിച്ചിട്ടില്ല. ഖലീഫ ഉമർ ആ ബാപ്പയോട് പറഞ്ഞത്, നിങ്ങൾ പോയിക്കൊള്ളുക, മകനോടുള്ള കടമകൾ നിർവഹിക്കാത്ത നിങ്ങൾക്ക് മകനിൽ നിന്ന് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ അർഹതയില്ല, നിങ്ങൾ പോവുക എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ മടക്കി വിടുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടാണ് ഒന്നാമതായി സംസാരിക്കാനുള്ളത്. നമ്മുടെ മക്കളോടുള്ള കടമകൾ നമ്മൾ കൃത്യമായി നിർവഹിക്കുക. ഒരു കാര്യം വ്യക്തമാണ്, ലോകത്തിലെ മനുഷ്യരെ നന്നാക്കാനും ലോകത്തിലെ മനുഷ്യന്റെ മനസ്സിനെ സംസ്കരിക്കാനും ലാ ഇലാഹ ഇല്ലല്ലയോളം പക്വമായ ഒരാദർശം ഈ ലോകത്തുണ്ടായിട്ടില്ല. നിങ്ങൾക്കറിയാലോ, പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നത്, ഓരോ പ്രവാചകന്മാരും ഓരോ സമൂഹത്തിലേക്ക് വരുന്നത് ആ സമൂഹം സാംസ്കാരികമായും ധാർമ്മികമായും വിശ്വാസപരമായും അത്രയേറെ തകർന്നു പോകുമ്പോഴാണ് അവരിലേക്ക് പ്രവാചകന്മാർ വന്നു. ആ പ്രവാചകൻ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് അവരെ സംസ്കരിച്ചു. എന്തായിരുന്നു ആ പ്രവാചകന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം? എന്തായിരുന്നു ആ പ്രവാചകന്റെ കയ്യിലെ മരുന്ന്? അത് അല്ലാഹു തആല പറയുന്നുണ്ട്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ. എന്നെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, ഞാൻ മാത്രമാണ് നിങ്ങളുടെ ഇലാഹ്, വേറെ ഒരു ഇലാഹിനെ നിങ്ങൾ ആരാധിക്കരുത്, വേറെ ഒരു ഇലാഹ് നിങ്ങൾക്കില്ല എന്ന് പഠിപ്പിച്ചുകൊണ്ടല്ലാതെ ഒരൊറ്റ പ്രവാചകനെയും അള്ളാഹു ഈ ലോകത്തിലേക്ക് അയച്ചിട്ടില്ല. അപ്പോ ഏതൊരു പ്രവാചകന്മാരും അവരുടെ കാലഘട്ടത്തിലെ വൈകൃതങ്ങളിൽ ജീവിച്ചിരുന്ന ജനങ്ങളെ സംസ്കരിക്കാൻ വേണ്ടി ഉപയോഗിച്ച മരുന്ന് ലാ ഇലാഹ ഇല്ലല്ലയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാഹിലിയത്തിന്റെ ഏറ്റവും മോശപ്പെട്ട ജീവിതം നയിക്കുന്ന ആ ആളുകളെ സംസ്കരിച്ചതും ലാ ഇലാഹ ഇല്ലല്ല കൊണ്ടാ. ലഹരിയിൽ മുങ്ങിക്കിടന്നിരുന്ന ജനതയെ പ്രവാചകൻ സംസ്കരിച്ചത് കൗൺസിലിംഗ് നടത്തിയിട്ടല്ല, ഡി അഡിക്ഷൻ സെന്ററുകളിലേക്ക് അവരെ പറഞ്ഞയച്ചിട്ടല്ല,
ലഹരിയുടെ അപകടത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന സെമിനാറുകളും സിംപോസിയങ്ങളും നടത്തിയിട്ടല്ല. അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുത്തു, അള്ളാഹുവുമായുള്ള ബന്ധം പഠിപ്പിച്ചു കൊടുത്തിട്ടു. എന്നിട്ട് പറഞ്ഞു ആ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് അത് പാടില്ലാന്ന്. അത് കേട്ടപ്പോൾ അത് നിരാകരിക്കാൻ അവർക്ക് തീരെ മടിയുണ്ടായില്ല. ഈ ഇരിക്കുന്ന നമ്മൾ ഇത്രയും മാന്യമായി ജീവിക്കുന്നവരാവാനുള്ള കാരണം എന്താ? നമ്മുടെ മനസ്സിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ? നമ്മുടെ ചുറ്റുഭാഗത്ത് പല ആളുകളും അവരെന്താ ഇങ്ങനെ ആവാത്തത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് കിട്ടുന്ന മറുപടി അവരുടെ മനസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല എന്നതല്ലേ? സത്യമായിട്ടും ഒരു മനുഷ്യനെ നന്നാക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹയോളം പക്വമായ ഒരാശയം ഈ ലോകത്തില്ല. അതുകൊണ്ട് ഒന്നാമതായിട്ട് ഞാൻ പറയട്ടെ, നമ്മുടെ വീടുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാവണം. ഞാൻ പറഞ്ഞല്ലോ, മുജാഹിദ് കുടുംബങ്ങൾക്കുണ്ടായ ആദർശച്യുതിയുടെ ഏറ്റവും വലിയ ഒന്നാമത്തെ കാരണങ്ങൾ നമ്മുടെ ബാപ്പമാർ ആദർശമുള്ളവരായിരുന്നു. അവർ നമ്മളെ ആദർശത്തിൽ വളർത്തിയവരാണ്. പക്ഷെ നമുക്ക് നമ്മുടെ മക്കൾക്ക് ആ ആദർശം പറഞ്ഞു കൊടുക്കാനോ ആദർശത്തിൽ വളർത്താനോ സാധിച്ചില്ല. ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞത്, ഉസ്താദേ 10-35 കൊല്ലം അധ്യാപന പരിചയമുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഈ കാസർഗോഡ് കണ്ണൂർ ഭാഗത്ത് എവിടെയാണ്, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജോലിയുടെ ആദ്യ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം പഠിപ്പിക്കുന്ന സ്കൂളിൽ കുട്ടികൾ തമ്മിൽ തർക്കം ഉണ്ടാവും, സുന്നി മുജാഹിദ് തർക്കം ഉണ്ടാവും. അപ്പോ മുജാഹിദ് വിഭാഗത്തിലെ കുട്ടികൾ ഭയങ്കര സംസാരത്തിൽ കഴിവും, അത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ റസൂൽ അങ്ങനെ പറഞ്ഞിക്കണോ അങ്ങനെയൊക്കെ ചോദിച്ചുകാണ്ട് സങ്കീർണമായിട്ട് ചോദിക്കുമ്പോൾ അപ്പുറത്തെ ഭാഗത്തെ കുട്ടികൾ മൗനമാവും. ഓൽക്കൊന്നും അറിയില്ല, ഓലങ്ങനെ ഉസ്താദ് പറയുമ്പോൾ അങ്ങനെ പോകല്ലാതെ ഓൽക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു നിശബ്ദരാവും, ഓല് മിണ്ടാതക്കും, ഇവര് പറഞ്ഞ് ജയിക്കും, തർക്കിച്ച് ജയിക്കും. അങ്ങനെയായിരുന്നു പണ്ട്. ഇപ്പൊ അദ്ദേഹം പറയണേ നേരെ തിരിച്ചാണ്. മറുഭാഗത്തുള്ള ആളുകൾ കുട്ടികൾ ചില തർക്കങ്ങളുമായിട്ട് ക്ലാസ്സിൽ വരുമ്പോൾ മുജാഹിദ് കുട്ടികൾക്ക് ഒരക്ഷരം പറയാനില്ല, അവർ മൗനികളാവുകയോ ആ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കുകയോ ചെയ്യും. സത്യത്തിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. എന്താണ് ഇസ്ലാമിന്റെ ശരിയായ ആദർശമെന്നോ ആദർശത്തിന്റെ വിശുദ്ധി എന്താണെന്നോ അവരറിയുന്നില്ല. അതുകൊണ്ടാണല്ലോ ഓണങ്ങളും ക്രിസ്മസുകളും ഒക്കെ വളരെ ചടുലമായിട്ട് നമ്മുടെ സമൂഹം, നമ്മുടെ മക്കളടക്കം അതൊക്കെ വളരെ ചടുലമായിട്ട് ആഘോഷിക്കാനുള്ള കാരണതരങ്ങൾ ആദർശത്തിലെ പ്രതിബദ്ധതയില്ലായ്മ. ഒരുപക്ഷെ മറ്റുള്ള മതക്കാരെക്കാൾ ഏറെ നമ്മൾ താഴേക്ക് പോയോ, ഇത്രയും മദ്രസും കോളേജും ഒക്കെ ഉണ്ടായിട്ടും നമ്മൾ താഴേക്ക് പോയെന്നൊരു സംശയം. എൻ്റെ വീടിൻ്റെ അയൽപ്പക്കത്തൊക്കെ എല്ലാ മതസ്ഥരും അങ്ങനെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. എല്ലാ മതസ്ഥരും. അപ്പൊ അവിടെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പെരുന്നാളിന്റെ ദിവസത്തിൽ ഇതര മതസ്ഥരായ കുട്ടികൾ നമ്മുടെ ആളുകളുടെ വീടുകളിലേക്ക് വരും ഭക്ഷണം കഴിക്കാനൊക്കെ. ഹൈന്ദവ സമൂഹത്തിലെ പെൺകുട്ടികളാണെങ്കിൽ അവരുടെ വസ്ത്രം ധരിച്ച് പൊട്ടൊക്കെ തൊട്ട് നല്ല സുന്ദരികളായി ആ ആചാരപ്രകാരം തന്നെ മര്യാദയോടുകൂടി ഒരു കയറി വരും. ക്രൈസ്തവ കുട്ടികളും അങ്ങനെ തന്നെ വരിക. പക്ഷേ അവരുടെ ഇപ്പൊ ഹൈന്ദവ മതത്തിലെ ആചാരങ്ങളായ ഓണമൊക്കെ ആഘോഷിക്കാൻ വേണ്ടി നമ്മുടെ മക്കൾ ആ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഇസ്ലാം മതത്തിന്റെ വീട്ടിലേക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ വന്ന ഒരൊറ്റ ഹിന്ദുക്കുട്ടി പർദ്ദി മഫ്തിയിട്ടല്ല വന്നത്. പക്ഷേ തിരിച്ചപ്പുറത്തെ ആഘോഷത്തിന് നമ്മുടെ മക്കൾ പോയപ്പോ എങ്ങനെ പോയത്? ആരാതൊക്കെ വാങ്ങിക്കൊടുത്തത്? എവിടുന്ന് അവർക്ക് കിട്ടിയത്? ആദർശപരമായി നമുക്ക് സംഭവിച്ച ക്ഷീണത്തിന്റെ ആഴം നമ്മക്കല്ല, നമ്മുടെ മക്കൾക്ക്. അതിന് ഒരു പരിധിവരെ അവര് കുറ്റക്കാരേ അല്ല, നമ്മളാണ് കുറ്റക്കാർ. ആഴ്ചയിൽ 6 ദിവസത്തിൽ നടക്കുന്ന മദ്രസകളൊക്കെ ഇപ്പം ഇല്ലാതെയായി. പല സ്ഥലത്തും ഭീമൻ മദ്രസ കെട്ടിടങ്ങളാണ്. പക്ഷേ ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രം ക്ലാസ്. ചില സ്ഥലത്ത് ഞായറാഴ്ചയും ക്ലാസ് ഇല്ല, ശനിയാഴ്ച മാത്രം. ചില സ്ഥലത്ത് ആഴ്ചയിൽ 1 ദിവസം മാത്രം. ചില സ്ഥലത്ത് മാസത്തിലൊരിക്കൽ മാത്രം ക്ലാസ്. ചില സ്ഥലത്ത് ഓൺലൈനിൽ മാത്രം ക്ലാസ്. എന്തേ നഷ്ടമാകുന്നത് ആർക്കാ? 23 കൊല്ലം അള്ളാഹുവിൻ്റെ ഹബീബ് രാവും പകലും പഠിപ്പിച്ച ഒരാദർശത്തിന്റെ പാഠം ഈ 1 മണിക്കൂർ ഓൺലൈനിലൂടെ മക്കൾക്ക് കുത്തിവെച്ചു കൊടുക്കാമെന്ന് തെറ്റിദ്ധരിച്ച മാതാപിതാക്കളല്ലേ നമ്മുടെ മക്കളെ നശിപ്പിച്ചത്? അവർക്കറിയില്ലല്ലോ ഈ ആദർശത്തിന്റെ. പണ്ടൊക്കെ നമ്മുടെയൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് ഒരു നബിദിനത്തിന്റെ മുട്ടായി കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടാറ്, എന്തേ ഈ മുജാഹിദ? ഒരു മരിച്ചോടത്ത് കുലാബി കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാനേ കുടിക്കൂല, എന്തേ ഈ മുജാഹിദ? ഇന്നങ്ങനെയല്ല. നമ്മളെ കുട്ടികൾ വിതരണം ചെയ്യാൻ വേണ്ടി പോയി. ഓലെ എൻ്റെ ആൾക്കാരാവും, ഓലെ എൻ്റെ സംഘാടകരാവും, ഓലെ എൻ്റെ നേതാക്കളാവും. ഓലെ കുറ്റം പറയണ്ട, അവർക്കറിയില്ല ഈ ആദർശത്തിന്റെ വ്യതിരിക്തയോ അതിന്റെ തെളിമയോ അതിന്റെ തീവ്രതയോ അവർക്കറിയില്ല. അതുകൊണ്ട് സമയത്തിന്റെ കുറവ് ഒന്നുകൂടി എന്നെ ഉൾവലിയിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ വീടുകളിൽ നമ്മുടെ കുടുംബങ്ങൾ ആദർശ കുടുംബങ്ങളാവട്ടെ.
നമ്മുടെ വീടുകൾ ആദർശ കുടുംബങ്ങളാവട്ടെ. ആദർശം എന്നത് അങ്ങാടിയിലെ ബസ് സ്റ്റോപ്പുകളിൽ തർക്കിക്കാനോ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ തർപ്പിക്കാനുള്ള സംഗതിയല്ല. അത് ജീവിതത്തിൽ നടപ്പിലാക്കേണ്ട സംഗതിയാണ്. ജീവിതത്തിൽ നടപ്പിലാക്കണം. അപ്പോൾ നമ്മുടെ വീടകങ്ങളിൽ ഇസ്ലാമികമായ ആദർശങ്ങൾ നടപ്പാക്കപ്പെടുന്ന വീടാവണം. അതല്ലാതെ ഈ തിന്മയുടെ എല്ലാ നിലക്കും വരുന്ന ഈ കൊടുങ്കാറ്റിനെ തടയാൻ കേവലം നമ്മുടെ കണ്ണീരിനോ നമ്മുടെ വിശ്വാസങ്ങൾക്കോ നമ്മുടെ ദയനീയമായ വാക്കുകൾക്കോ മാത്രം സാധിക്കൂല. നമ്മുടെ മക്കളുടെ മനസ്സുകളിലേക്ക് അത് അത്രമാത്രം തീവ്രമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് എന്നത് നമ്മൾ മറക്കാതെ പോകണം. അപ്പൊ ചുരുക്കട്ടെ, ഒന്ന്, നമ്മുടെ വീടുകളിൽ ആദർശമുണ്ടാവണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാവണം. വീട്ടിലെ സംസാരങ്ങളിൽ നമ്മൾ ഇത്തരം വിഷയങ്ങൾ സംസാരത്തിന്റെ ഭാഗമാക്കണം. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴോ ലിവിംഗ് റൂമുകളിൽ നമ്മൾ സ്വകാര്യതയ്ക്ക് വേണ്ടി സംസാരിക്കാനിരിക്കുമ്പോഴോ ഒക്കെ നമ്മൾ ഇത്തരം മതപരമായ വിഷയങ്ങൾ നമ്മുടെ സംസാര വിഷയമാക്കണം. ടൂറ് പോകുമ്പോഴും യാത്ര പോകുമ്പോഴും ഒക്കെ നമ്മൾ കുട്ടികളെ യാത്രകളൊക്കെ പോകണം കേട്ടോ. പറ്റുമെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും മക്കളെയും കുട്ടി ഓരോ യാത്ര നല്ലതാണ്. ഒരു രാത്രി താമസിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു യാത്രയിലേക്ക് മക്കളെയും കൊണ്ട് പോവുക. ഒരുപാട് പൈസ ഒന്നും വേണ്ട. ആ യാത്ര ഉണ്ടല്ലോ, നിങ്ങൾ ഒരു 5-6 കൊല്ലം ആ മക്കളെ ഒരു ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞയച്ച് പഠിപ്പിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉപകരിക്കും ഓരോ യാത്രയും. ആ യാത്രയിലാണ് നമ്മുടെ മക്കൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ആരാന്ന് മക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ പറ്റി, അയാളെ നിങ്ങൾ അറിയോ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, അയാളെ എനിക്കറിയാം. അപ്പൊ റസൂൽ പറഞ്ഞു, നിങ്ങൾ അയാളുമായിട്ട് ദീർഘയാത്രകൾ വല്ലതും നടത്തിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അയാളെ അറിയാന്ന്? നമ്മൾ യാത്രകൾ നമ്മുടെ ജീവിതത്തിൽ അത് വെറും ടൂറല്ല, വിനോദയാത്രകളാവരുത്. ഓരോ യാത്രകളും പഠനയാത്രകളാവണം. ആ യാത്രയിൽ കാണുന്നത് വിനോദങ്ങളാണെങ്കിലും പരസ്പരം പഠിക്കാനും പഠിപ്പിക്കാനും നമുക്ക് സാധിക്കണം. കുട്ടികളുമായി ഒരു വലിയ ഹൃദയബന്ധം നമ്മൾ ഉണ്ടാക്കണം. ആ ഹൃദയബന്ധത്തിൻ്റെ ആ കാഠിന്യം കൊണ്ട് തന്നെ മറ്റാരെ സ്നേഹിക്കുന്നതിനേക്കാളേറെ നമ്മളെ സ്നേഹിക്കാനും മറ്റാരോട് കാര്യങ്ങൾ പറയുന്നതിനേക്കാളേറെ നമ്മളോട് കാര്യങ്ങൾ പറയാനും നമ്മുടെ മക്കൾക്ക് ധൈര്യമുണ്ടാകുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കണം. ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും. ഇതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്. രണ്ടാമതായി പറയാനുള്ളത്, കുട്ടികൾ ചെറുപ്പം മുതലേ കുടുംബജീവിതത്തിൻ്റെ മാതൃകകളായി നിരീക്ഷിക്കുന്നത് മാതാപിതാക്കളെയും ആ കുടുംബത്തിലുള്ളവരെയുമാണ്. ഒരു കുട്ടി പ്രീ ഡിഗ്രി +2 കഴിഞ്ഞപ്പോൾ മുതൽ കുട്ടിയുടെ ബാപ്പ കല്യാണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കുട്ടിക്ക് കല്യാണങ്ങളൊന്നും വന്നിട്ട് ഈ കുട്ടി അത് ഇഷ്ടപ്പെടുന്നില്ല, സമ്മതിക്കുന്നില്ല. അവസാനം ആ കുട്ടിയുടെ പിതാവ് പറഞ്ഞത്, നിങ്ങൾ ഒന്ന് സംസാരിക്കണം അവളോട്. അപ്പോൾ ആ കുട്ടി പറഞ്ഞത്, എൻ്റെ വീട്ടിലെ അവസ്ഥ എന്നെ കല്യാണം കഴിക്കണ്ട എന്ന തീരുമാനത്തിൽ എത്തിച്ചിട്ടുണ്ട്. എൻ്റെ മാതാപിതാക്കൾ എന്നും ലഹളയാണ്. എൻ്റെ മാതാപിതാക്കൾ തമ്മിൽ എന്നും പ്രശ്നങ്ങളാണ്. അവർ വീട്ടിലുണ്ടാകുന്നത് തന്നെ ഞങ്ങൾക്ക് വലിയ പ്രശ്നമാണ്. പലപ്പോഴും രാത്രികളിൽ ഞാനും എൻ്റെ അനുജന്മാരും വീട് വിട്ടു പോയാലോ എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഗ്രഹാന്തരീക്ഷം ഏറെ മോശമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കുടുംബജീവിതത്തിന് എന്തിനാ വെറുതെ നമ്മൾ തലവെച്ച് കൊടുക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ കല്യാണം വേണ്ട എന്ന് പറയുന്നത് എന്ന് ആ പെൺകുട്ടി തുറന്നു പറഞ്ഞു. ആ പെൺകുട്ടി മാത്രമല്ല, കുറേ പെൺകുട്ടികൾ, ഞാനൊക്കെ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ 20 വയസ്സിന് മുകളിലൊക്കെ ഉള്ള പെൺകുട്ടികൾ വിവാഹത്തിന് വിസമ്മതിക്കുമ്പോൾ നമ്മൾ അവരോട് ചിലപ്പോൾ സൗഹാർദ്ദത്തോടെ ചോദിക്കാറുണ്ട്, എന്താ മക്കളെ തീരുമാനം? അവർ പറയാണ്, എന്താ സാറേ കല്യാണം കഴിച്ചിട്ട് കാര്യം, നമ്മളിപ്പോൾ സ്വതന്ത്രരാണ്, പക്ഷെ കല്യാണം കഴിച്ചാൽ ഒരുത്തൻ്റെ അടിമയായി അവൻ്റെയും വീട്ടുകാരുടെയും അടിമവേല ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിനെ എന്തിനാ നമ്മൾ നശിപ്പിക്കുന്നത്? അപ്പം നമ്മൾ പറയും, അങ്ങനെയൊന്നല്ല, അതൊക്കെ നിങ്ങളെ തെറ്റിദ്ധാരണയാണ്. അപ്പോൾ കുട്ടികൾ പറയും, അവളെ കല്യാണം എന്തായി, അവളെ വീട്ടിലെന്താ അവസ്ഥ, ഈ വീട്ടിലെന്താ അവസ്ഥ, ഇവളെ വീട്ടിലെന്താ അവസ്ഥ. അവർക്ക് എണ്ണി എണ്ണി പറയാൻ ഒരുപാട് മാതൃകകളുണ്ട് സ്വന്തം വീട്ടിൽ പോലും. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വളരുന്ന നമ്മുടെ കുട്ടികൾ കുടുംബജീവിതത്തിന്റെ മനോഹാരിത പഠിക്കുന്നത് നമ്മുടെ കുടുംബജീവിതത്തിൽ നിന്നാവണം. സംഭാഗ്യത്തിലേക്കാണ് 36 അല്ലേ, ഞാൻ നിർത്തുട്ടോ, 35 അങ്ങനെ നിർത്തണം. അപ്പോ ഇവിടെ അടുത്ത് പള്ളിയിൽ അതുകൊണ്ട് ഇതറിയുമല്ല. അപ്പൊ നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾ കുടുംബജീവിതത്തിന്റെ മനോഹാരിത പഠിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ. അപ്പൊ നമ്മൾ നല്ല ജീവിതം ജീവിച്ച് മാതാപിതാക്കൾ നമ്മുടെ മക്കൾക്ക് നല്ല മാതൃകകൾ ഒരുക്കുക. മൂന്നാമത്തേത് ചുരുക്കട്ടോ, നമ്മുടെ കുട്ടികൾ എവിടെ പഠിക്കുന്നു, എന്ത് പഠിക്കുന്നു, ആര് പഠിപ്പിക്കുന്നു, അവരുടെ കൂട്ടുകാരാരാണ് എന്നത് ഏറെ പ്രസക്തമാണ്. എന്തെങ്കിലും ഒരു വലിയ കോഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആ കോളേജും അതിൻ്റെ അന്തരീക്ഷവും അവിടുത്തെ പഠന സാഹചര്യങ്ങളുമൊക്കെ നന്നായിട്ട് വിലയിരുത്തണം.
ഇപ്പോൾ ഏറ്റവും അറിവുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാർ പോലും പറയുന്നത് എന്ത് പഠിക്കുന്നു എന്നതിനേക്കാൾ പ്രസക്തമാണ് എവിടെ പഠിക്കുന്നു എന്നുള്ളത്. എവിടെ പഠിക്കുന്നു, കുട്ടി പഠിക്കുന്ന കോളേജ്, അവിടുത്തെ അന്തരീക്ഷങ്ങൾ, ഇതൊക്കെ നന്നായിട്ട്, പ്രത്യേകിച്ച് നമ്മളൊക്കെ പൊന്നുപോലെ വീട്ടിലിട്ട് വളർത്തുന്ന നമ്മുടെ മക്കള് ഈ സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തേക്കാണ് പോകുമ്പോഴേ കഞ്ചാവിന്റെ പുകയുമായിട്ട് അങ്ങനെ ഇരിക്കുന്നവന്റെ മടിയിൽ നമ്മുടെ മക്കള് തലവെച്ച് കിടക്കുന്ന സങ്കടകരമായ കാഴ്ചകൾക്ക് നമ്മൾ സാക്ഷികളാകൊരിക്കാൻ. വിളിച്ചാൽ കിട്ടൂല. മക്കളോട് ഓ കഞ്ചാവാണ്, MDMA ആണ് എന്ത് പറഞ്ഞാലും മക്കളെന്താ പറഞ്ഞാലോ, സാറാ എന്തൊക്കെയാണെങ്കിലും ഞാൻ ഓനെ സ്നേഹിച്ചു പോയി, ഇനി മടങ്ങൂല. പോലീസ് CI ഈ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ അവൻ അടുത്ത ദിവസം അവൻ അറസ്റ്റിലാവാൻ പോവാണ്. ആ കുട്ടി പറഞ്ഞെന്താരോ, സാറേ അവൻ അറസ്റ്റിലായാൽ തിരിച്ചു വരും വരെ ഞാൻ കാത്തിരിക്കുന്നതാണ്. ഇത്ര അവർ നമ്മുടെ കുട്ടികളെ മാനസികമായിട്ട്, ഇതൊക്കെ തന്ത്രങ്ങൾ അവർക്കറിയാം. എങ്ങനെ നമ്മുടെയൊക്കെ ഈ പാവപ്പെട്ട മക്കളെ എങ്ങനെ വലവീശി പിടിച്ചെടുക്കാം, അതിൻ്റെ ചക്കരവാക്കുകളും അതിനുള്ള മെസ്സേജുകളും അതിനുള്ള മാർഗങ്ങളും ഒക്കെ നന്നായി പഠിച്ച ആൾക്കാരവർ. അതിന് സപ്പോർട്ട് ചെയ്യാൻ ഈ ഞാൻ പറഞ്ഞല്ലോ ലഹരി മാഫിയ, ഈ സ്വതന്ത്ര ലൈംഗികതയുടെ ആളുകളൊക്കെ, നിരീശ്വര നിർമ്മിതവാദത്തിൻ്റെ ആളുകളൊക്കെ അവർക്ക് എല്ലാ തരത്തിലും പച്ചപ്പൊടി വീശിയിട്ട് കാത്തിരിക്കുക. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞേ. ഒന്ന്, നമ്മുടെ വീട് ആശയ നിബദ്ധമായ ഒരു വീടാവണം, അവിടെ ആദർശത്തിൻ്റെ സംസാരം ഉണ്ടാവണം. 2, നമ്മുടെ ജീവിതങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് മാതൃകയാവണം. 3, അവരുടെ വിദ്യാഭ്യാസം, കൂട്ടുകെട്ട്, യാത്രകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നിരന്തരമായ ശ്രദ്ധയും തിരുത്തലുകളും നമ്മുടെ ഭാഗത്തുണ്ടാവണം. അവർക്ക് നല്ല വഴി പറഞ്ഞു കൊടുക്കാൻ നമ്മളെ ഉള്ളൂ എന്ന ഒരു ബോധം കൂടി നമ്മുടെ മനസ്സിലുണ്ടാവണം. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സമാധാനത്തിൻ്റെ കുടുംബജീവിതം നയിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളെയും കുടുംബത്തെയും സ്വാലിഹായ ഒരു കുടുംബമായി ചേർത്ത് പിടിക്കാൻ അള്ളാഹു നമുക്ക് കഴിവും തൗഫീക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപകടകരമായ അവസ്ഥകളിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.